വർഷങ്ങൾക്ക് മുൻപ് മുറ്റത്ത് ആര്യവേപ്പിനൊപ്പം നട്ടൊരു കുഞ്ഞൻ ചെടി ഇന്ന് 18 തികഞ്ഞ ആ മണിമുല്ല വീടാകെ പടർന്ന് നാടാകെ വാസന വിടർത്തുന്നു. ഫസ്റ്റ് ഡേ ഒക്കെ ഭയങ്കര വൈറ്റ് ആയിരിക്കും, പിന്നെ വെയിലുകൊണ്ട് ഇതൊരു യെല്ലോയിഷ് ആവും. ഇതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ എൻ്റെ ഏട്ടനാട്ടോ. ഏട്ടനാണ് ഇതിൻ്റെ നോക്കി നടത്തിപ്പുകാരൻ. അവിചാരിതമായിട്ടാണ് ഇതിങ്ങനെ ഉണ്ടാവുന്നത്. ഇത്രയൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ അതിനെ നന്നായി പരിപാലിക്കാനും സ്നേഹിക്കാനും തുടങ്ങി. പിന്നെന്താ വെച്ചാൽ ഞങ്ങൾക്ക് 11 മാസം ഈ വീടിന് തണലും കുളിരാണിത്. ഒരു മാസം ഞങ്ങൾക്ക് ഫെസ്റ്റിവലാണ്. ഇത് ഇവിടുത്തെ ഫെസ്റ്റിവൽ സീസണാണ്. ഇതിന് ക്രിസ്മസ് പൂവെന്നും ഒരു പേരുണ്ട്. അത് ഈ പിന്നെ ക്രിസ്മസ് മുല്ലാണ്. അത് ശരിക്കും ഈ ട്രിവാൻഡ്രം തിരുവല്ല ഭാഗത്തുള്ള സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു, ഞങ്ങളവിടേക്ക് ഇതിന് ക്രിസ്മസ് മുല്ല എന്നാണ് പറയുക. ശരിക്കും വനം വകുപ്പിൻ്റെ ആളുകൾ ഇവിടെ വന്ന് പറഞ്ഞത് മണിമുല്ല, നാഗമുല്ലയാണ്. ശരിക്കും കാട്ടിലുണ്ടാവുന്നൊരു മുല്ലയാണ്. ഡിസംബറിൽ മാത്രമാണോ പൂക്കുന്നത്? ഡിസംബറിൽ മാത്രമേ പൂക്കൂ. ഡിസംബർ ഫസ്റ്റ് വീക്കിൽ ഒരു സാമ്പിൾ പൂക്കലുണ്ടാവും ഫസ്റ്റ് വീക്കിൽ. പിന്നെ 15th ശേഷം അവിടെ പൂക്കും. ശരിക്കും ക്രിസ്മസ് സമയത്താണ് അധികം ഉണ്ടാവുക. കണ്ണൂരിൽ നിന്ന് വരികയാണല്ലേ കാണാൻ? കണ്ണൂർ തലശ്ശേരി. എങ്ങനെയാ അറിഞ്ഞേ? 6 വർഷം മുൻപ് വിനോദേട്ടൻ്റെ FB പോസ്റ്റിൽ കണ്ടതാണ്. അന്ന് മുതലേ കാണാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. ഭയങ്കര സന്തോഷം.